അപ്പൊ എല്ലാവരും വെള്ളം ഉണ്ടെന്നാ പറഞ്ഞത്. ഇല്ല അത് സെൻസസ് ഫിഗർ. അത് ഇല്ല. No, you'll have to tell me what the point. I don't want to get into an argument. What is the point? Jal Jeevan Mission as accepted by the states. ഇത് ഞാൻ പറയുന്ന ഡേറ്റ് ഒന്നുമല്ല. ജൽ ജീവൻ മിഷൻ ഈസ് എ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ്. ഈ 7.1 lakhs ആണ് ടാപ്പ് കണക്ഷൻ, പെൻഡിംഗ് ടാപ്പ് കണക്ഷൻസ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്ട്, ഔട്ട് ഓഫ് വിച്ച് 1.69 ഹാസ് ബീൻ കണക്റ്റഡ്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്ത ഫാക്ടാണ്. വീട്ടിൽ ടാപ്പ് വാട്ടർ, സേഫ് ടാപ്പ് വാട്ടർ കൊണ്ടുവരാനുള്ളൊരു സംവിധാനമാണ്. വാട്ടർ സോഴ്സ് അത് അണ്ടർഗ്രൗണ്ട് സോഴ്സ് ആണോ ഓൺ സർഫസ് സോഴ്സ് ആണോ അത് വേറെ ഇഷ്യൂ. Where there is water source already available, Jal Jeevan Mission അവിടുന്ന് പൈപ്പ് എടുത്ത് മീറ്റർ ചെയ്ത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് വീട്ടിലെത്തിക്കും. അതൊന്ന്. വാട്ടർ സോഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് വാട്ടർ സോഴ്സ് ഉണ്ടാക്കും. അപ്പൊ യു മേ ബി റൈറ്റ് ദാറ്റ് വാട്ടർ സോഴ്സിന്റെ ഒരു ഇഷ്യൂ ഇല്ല. അത് ഞാൻ ഇന്നിപ്പോ പബ്ലിക്ലി ഡിബേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് ഈ 3 കോസ്റ്റൽ മേഖലയിലും അവിടെ ഇഷ്യൂ ഉണ്ട്, ഈവൻ ഫോർ വാട്ടർ സോഴ്സസ്. മനസ്സിലായില്ലേ? സോ ജൽ ജീവൻ മിഷൻ വീട്ടിൽ എങ്ങനെയാണ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ കൊണ്ടുപോകാൻ, അതിന്റെ ഒരു സംവിധാനം, അതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, അതാണ് ജൽ ജീവൻ മിഷൻ. വീട്ടിൽ ഒരു ടാപ്പ് ഉണ്ടാവണം, ആ ടാപ്പിൽ സേഫ് വാട്ടർ വരണം, ഇത്ര 500 liters ഓഫ് വെള്ളം പെർ വീക്ക് എഷ്യോർഡ് ആവണം. അതിന്റെ ക്വാളിറ്റി ടെസ്റ്റിംഗിന്റെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട്. അത് ആ സേഫ് ഡ്രിങ്കിംഗ് വാട്ടറിന്റെ എഷ്യോർഡ് സേഫ് ഡ്രിങ്കിംഗ് വാട്ടർ ആവണം. അതാണ് ജനങ്ങളുടെ ഇന്നത്തെ ഈ ആഫ്റ്റർ ദി ജൽ ജീവൻ മിഷൻ ജനങ്ങളുടെ റൈറ്റ്, ജനങ്ങളുടെ അവകാശം, അതാണ് അവർക്ക് വേണ്ടത്, അതാണ് കൊടുക്കുന്നത് JJM. എന്റെ പോയിന്റ് ഇവിടെ ഇതാണ്. ആ ഒരു അവകാശം, ആ ഒരു റൈറ്റ് ഇവിടെ അറ്റ്ലീസ്റ്റ് ഇൻ 3 districts അത് ആവാൻ പറ്റിയിട്ടില്ല. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. അല്ല, എനിക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാവുന്നില്ല. ഇതാരാ പറഞ്ഞത്? ഇത് ഒരു ഫേത്താണ് ചെയ്തത്, മറ്റേ ഫേത്ത് ചെയ്തില്ല എന്ന്. ഞാനൊരു ഡിഫൻസ് ഓഫീസറുടെ മകനാണ്. നമ്മുടെ 1947-1948 ആദ്യം നമ്മുടെ ഇന്ത്യക്ക് ത്യാഗം ചെയ്ത ഓഫീസർ ഒരു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ ആയിരുന്നു. അദ്ദേഹം മുസ്ലിം ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഓർഡേഴ്സിലെല്ലാം അദ്ദേഹം ജയ്ഹിന്ദ് എന്ന് എഴുതിയിരുന്നു. ഇത് ഇഷ്യൂ, ഇങ്ങനത്തെ ഓരോരോ ഇഷ്യൂസിനും ഡിസ്കസ് ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. CM പിണറായി വിജയൻജി എന്താണ് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ഇലക്ഷൻ ടൈമില്? എന്റെ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് 8 കൊല്ലത്തിൽ എന്ത് ചെയ്തോ ചെയ്തില്ലേ, അതിനെല്ലാം വിട്ടിട്ട് ആര് ഭാരത് മാതാ കി ജയ് പറയുന്നു, അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇന്ത്യയിൽ ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും പേട്രിയോട്ടിക് ആണ്, ഭാരത് മാതാ കി ജയ് പറയുന്നു. അത് പിണറായി വിജയനും അവരെ സഖാവുമാരെ പറയട്ടെ ഭാരത് മാതാ കി ജയ്. അതല്ല ചാലഞ്ച്. അവര് പറയട്ടെ ജയ് ഹിന്ദ്. അത് ചൈനക്കാർ സമ്മതിക്കില്ല. ചൈന അവിടെ ഒരു ജയ് ചൈനയല്ലേ. അപ്പൊ ഇതെല്ലാം ഒരു റിഡിക്കുലസ്നെസിന്റെ ഒരു എക്സ്ട്രീമാണ്. ഇലക്ഷൻ സീസണിൽ നമ്മൾ ഡെവലപ്മെന്റ്, വികസനം, പുരോഗതി ആര് ചെയ്തു എന്ന് പറയുമ്പോൾ ഡേറ്റ ഫാക്ട്സ് കൊണ്ട് ഡിബേറ്റ് ചെയ്യാൻ തയ്യാറാവുമ്പോൾ ഭാരത് മാതാ കി ജയ് വേറെ ആരോ പറഞ്ഞതാണ്, നിങ്ങളല്ല പറഞ്ഞത്. അതുകൊണ്ട് അതിന് എന്താണ് ഈ ഇലക്ഷൻ ഡിബേറ്റിൽ എന്താ മെറ്റീരിയൽ ഇമ്പാക്ട്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ മാതിരി ഇന്നലെ ആരോ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ എക്സ്പേർട്ടും വൈസ് മാൻ ഒന്നല്ല. 50 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിൽ എനിക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ബട്ട് എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. ഇന്ന് ജനങ്ങൾക്ക് വേണ്ടത് വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്സിന്റെ ഒരു ഡിബേറ്റാണ് വേണ്ടത്. അവർക്ക് കിട്ടുന്നുണ്ടോ ഡ്രിങ്കിംഗ് വാട്ടർ? അവരുടെ കടലാക്രമണത്തിന്റെ സൊല്യൂഷൻ, പരിഹാരം ആരെങ്കിലും ഉണ്ടാക്കുന്നുണ്ടോ? അതാണ് അവരുടെ ചോദ്യം. അതിന്റെ ആൻസർ പറയാണ്ട് ഭാരത് മാതാ കി ജയ് ആര് പറഞ്ഞു, എന്ത് പറഞ്ഞു? BJPയിൽ ഞങ്ങൾ തയ്യാറാണ്. അത് പിണറായി വിജയൻ അതിന്റെ ക്രെഡിറ്റ് എടുക്കണമെങ്കിൽ വി ആർ വില്ലിംഗ് ടു അക്സെപ്റ്റ്. അതൊരു കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആളാണ് ഭാരത് മാതാ കി ജയ് ആദ്യം പറഞ്ഞത്. ഞാൻ എഴുതിയത് നോട്ട് അറ്റ് ഓൾ. ഐ സെഡ് ഇറ്റ് ബിക്കോസ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഹമാസിനെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന പേരിൽ they gave them a free pass to address our youth and a free pass to radicalize our youth. That was opposed by me.
ഇതേ മുഖ്യമന്ത്രി വർഗീയവാദി എന്ന് വിളിച്ചു. അതാണ് ദ ബേസിസ് ഓഫ് ദിസ് ഡിബേറ്റ്. എന്നിട്ട് ബോംബ് എക്സ്പ്ലോഷൻ പോയപ്പോൾ ഇവിടെ സഖാവ് ഗോവിന്ദ്, സെക്രട്ടറി ഓഫ് CPM, ഹി സെഡ് അറ്റ് സർട്ടൻ ടൈം ഇത് കണക്റ്റഡ് ആണ്. അതെല്ലാവരും വായിച്ചു, ടിവിയിൽ കണ്ടു. അതിന് ഐ ഓൾസോ സെഡ് ഇറ്റ് മേ ബി. അന്ന് ദർ വാസ് നോ ഇൻവെസ്റ്റിഗേഷൻ. ദർ ആർ ഓൾ ദ ഫാക്ട്സ് പോയിന്റ്സ് ടു ഒരു പാർട്ടി, ഒരു ഗവൺമെന്റ്, ഒരു റാഡിക്കലൈസേഷൻ, റാഡിക്കൽ എലിമെന്റ്സിന്റെ ഒപ്പോസ് ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്തൊരു ഗവൺമെന്റ്. അതുകൊണ്ട് അവർ തന്നെ, ആൾക്കാർ തന്നെ പറഞ്ഞു. അതുകൊണ്ട് ആൾക്കാർ TV കാണുമ്പോൾ അവരുടെ ഇൻസൈഡർ പറയുമ്പോൾ എന്താ ഞങ്ങൾ പറയുന്നത്? അവരല്ലേ ഇൻസൈഡർ. ഐ ഹാവ് നോ റിഗ്രറ്റ്സ് ഓൺ എനിത്തിങ്. അന്ന് എന്നെ വർഗീയവാദി വിളിച്ചത് പിണറായി വിജയനാ. ഞാൻ അന്ന് പറഞ്ഞു എന്നെ വർഗീയവാദി വിളിക്കാൻ അതൊന്നും സ്റ്റാർട്ട് ചെയ്യണ്ട. അത് ഞാൻ തുടങ്ങിയുണ്ടല്ലോ. എന്നെ വേറെ എന്തെങ്കിലും വിളിച്ചോളൂ, ആന്റി മാർക്സിസ്റ്റ്, ആന്റി കമ്മ്യൂണിസ്റ്റ്, അതെല്ലാം വിളിച്ചോളൂ. അത് മാത്രം വിളിക്കരുത്. അത് ഐ വിൽ നോട്ട് ടോളറേറ്റ് ബൈ എനി ടോക്കൺ.